നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു യുവതിയുടെ കുടുംബം രംഗത്ത് വരികയാണ്. പൂക്കോട്ടുപാടം സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്. 25 വയസ്സാണ് പ്രായം. വ്യാഴാഴ്ചയായിരുന്നു മരിച്ചത്. നിലവിൽ ഭർത്താവ് പ്രഭിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 2023 എളങ്കൂർ സ്വദേശി പ്രഭിനും അതുപോലെ തന്നെ യുവതിയുമായുള്ള വിവാഹം നടന്നത്. ഭർത്താവിന്റെ മാനസിക പീഡനമാണ് പെൺകുട്ടിയുടെ ഈ ആത്മഹത്യക്ക് കാരണമെന്നാണ് ബന്ധുക്കളടക്കം ഇപ്പോൾ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. സ്ത്രീധനം നൽകിയത് കുറവാണെന്നും ജോലിയില്ലെന്നും ഭംഗി പോരെന്നും പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചെന്നാണ് കുടുംബം പറയുന്നത്. ഭർത്താവിന്റെ ബന്ധുക്കളും ഇതിന് കൂട്ടുനിന്നതായി യുവതിയുടെ വീട്ടുകാർ പറയുന്നു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത മഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനെതിരെ യുവതിയുടെ മരണത്തിൽ കുടുംബം വന്നതോടെയാണ് ഇപ്പോൾ കൂടുതൽ നടപടി ഉണ്ടായിരിക്കുന്നത്. ആരോപണം നിഷേധിച്ച് ഈ യുവതിയുടെ ഭർത്താവായിരുന്ന പ്രഭിന്റെ കുടുംബവും രംഗത്ത് വരുന്നുണ്ട്. പ്രഭിനും ഭാര്യയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ കാരണം അറിയില്ലെന്നും പ്രഭിന്റെ വീട്ടുകാർ പറഞ്ഞു. സ്ത്രീധനം ചോദിക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ലെന്നും പ്രഭിന്റെ വീട്ടുകാർ വ്യക്തമാക്കി. എന്നാൽ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് കടുത്ത മാനസിക പീഡനമാണ് മകൾ നേരിട്ടതെന്നാണ് യുവതിയുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആഴ്ചകൾക്കകം തന്നെ പ്രഭിൻ പീഡനം തുടങ്ങി. ജോലിയില്ലാത്തതിന്റെ പേരിലായിരുന്നു പീഡനം. അച്ഛനെയും അമ്മയെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ മകളെല്ലാം മറച്ചുവെച്ചു. മകളെ ചീത്ത വിളിക്കുന്ന വോയിസ് ക്ലിപ്പുകൾ പക്കലുണ്ട്. ശാരീരികമായി മകളെ പീഡിപ്പിച്ചിരുന്നുവെന്നും ശരീരത്തിലെ പാടുകളെ കുറിച്ച് കൂട്ടുകാരി പറഞ്ഞിരുന്നുവെന്നും അച്ഛൻ പറയുന്നു. സൗന്ദര്യം കുറവാണെന്നും ജോലിയില്ലെന്നും സ്ത്രീധനം കുറഞ്ഞുപോയെന്നും പറഞ്ഞ് യുവതിയെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നതായി പറയുന്ന ആരോപണത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. ഇതിനെല്ലാം ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട്. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നും പെൺകുട്ടിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 2023 മെയിലാണ് ഈ പറയുന്ന യുവതിയും എളങ്കൂർ സ്വദേശി പ്രഭിനും തമ്മിലുള്ള വിവാഹം നടന്നത്. സ്ത്രീധനം കുറഞ്ഞു പോയെന്നും ജോലിയില്ലെന്നും പറഞ്ഞ് കല്യാണം കഴിഞ്ഞ നാളുകൾ മുതൽ തന്നെ ഭർത്താവ് പീഡിപ്പിച്ചിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന ഈ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബം ഇതിനെല്ലാം തന്നെ കൂട്ടുനിന്നിട്ടില്ല, സ്ത്രീധനം ചോദിച്ചിട്ടില്ല എന്നുള്ള ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. എന്നാൽ പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. മൂന്നാമതൊരാൾ ഇടപെട്ടാൽ തനിക്ക് പ്രശ്നമാണെന്നും അതൊക്കെ താൻ തന്നെ ശരിയാക്കുമെന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നതായി പെൺകുട്ടിയുടെ പിതാവ് പറയുന്നുണ്ട്. അച്ഛൻ ഇടപെടേണ്ട കാര്യം വരുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞത്. എന്റെ കുട്ടിയെ മർദ്ദിക്കാറുണ്ടെന്നൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞത്. ക്രിമിനൽ സ്വഭാവമാണ് അവന് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നതടക്കം ഇപ്പോൾ പുറത്തു വരികയാണ്. സൗന്ദര്യമില്ലെന്നുൾപ്പെടെ കാരണമായി പറഞ്ഞിട്ടുണ്ട്. അവൻ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് പെൺകുട്ടിയുടെ അച്ഛൻ വിശദമാക്കിയിട്ടുള്ളത്.